+1 വിദ്യാർത്ഥികൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ 2026 മാർച്ച് നടക്കാൻ പോകുന്ന പബ്ലിക് എക്സാം നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഒന്നാമതായിട്ട് നിങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആവുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ എക്സാമിനെ കുറിച്ച് വലിയ സീരിയസ് ആയിട്ടൊന്നും ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല. മാർച്ചിലാണ് എക്സാം, ഇനിയും സമയമുണ്ടെന്നുള്ളൊരു തോട്ടിലാണ് ഇപ്പോൾ നിങ്ങൾ +1 ലൈഫിൽ +1 സ്കൂളിലുള്ള കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് നടക്കാൻ പഠനത്തിൽ നിങ്ങൾ ഇപ്പോഴും സീരിയസ് അല്ല. സീരിയസ് ആയിട്ടില്ലെങ്കിൽ എക്സാം ടഫ് ആവും, സീരിയസ് ആയാൽ എക്സാം നിങ്ങൾക്ക് ഈസി ആവും. ഇപ്പം തന്നെ സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങും. നിങ്ങളുടെ സ്കൂളിൽ ഇനി ഫെസ്റ്റിവൽസിന്റെ കാലമാണ്. ആർട്സ്, സ്പോർട്സ് തുടങ്ങിയ ഒരുപാട് പരിപാടി നിങ്ങളുടെ സ്കൂളിൽ നടക്കാൻ പോകുന്നുണ്ട്. ഈ പരിപാടികളൊക്കെ നിങ്ങൾ പങ്കെടുക്കണം, പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അതിലുള്ള മൊമെന്റ്സ് നിങ്ങൾ എൻജോയ് ചെയ്യണം. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കുകയും വേണം. ആർട്സും സ്പോർട്സും ഒക്കെ നിങ്ങൾ എൻജോയ് ചെയ്തോ, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സമയം നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ എക്സാം ടഫാവും. മാറ്റി വെച്ചാൽ നിങ്ങൾ എക്സാം ഈസി ആക്കാൻ പറ്റും. പബ്ലിക് എക്സാം ഈസി ആവണമെങ്കിൽ എക്സാമിന്റെ തലേന്ന് മാത്രം പഠിച്ചാൽ പോരാ, കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണം. പല കുട്ടികൾ എക്സാമിന്റെ തലേന്ന് മാത്രമാണ് പഠിക്കുന്നത്. അങ്ങനെ പഠിച്ചാൽ ഒരിക്കലും എക്സാം ഈസി ആവില്ല. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ട് പബ്ലിക് എക്സാമിന് ഒരു ടൈം ടേബിൾ ഒക്കെ വെച്ച് പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ പബ്ലിക് എക്സാം നിങ്ങൾക്ക് ഈസി ആയിരിക്കും. +1 ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിനൊക്കെ ആൻസർ ചെയ്യണമെങ്കിൽ നമ്മുടെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ കോണ്ടന്റ് എന്താവണം ക്ലിയർ ആവണം. അപ്പോൾ കോൺസെപ്റ്റ് അല്ലെങ്കിൽ കോണ്ടന്റ് ക്ലിയർ ആക്കി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ഈസി ആവുള്ളൂ. ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മുടെ കോൺസെപ്റ്റും കോണ്ടന്റും ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഈസി ആയിരിക്കും. അവസാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് യു ഹാവ് ടു മേക്ക് എഫേർട്ട്. നിങ്ങൾ എഫേർട്ട് ഇടണം, നിങ്ങൾ കഷ്ടപ്പെടണം. നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രമേ, നിങ്ങൾ എഫേർട്ട് ഇട്ട് പഠിച്ചാൽ മാത്രമേ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നിങ്ങളെ തേടി വരുള്ളൂ. നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഡെഫിനറ്റ്ലി റിസൾട്ട് വിൽ ബി യുവേഴ്സ്. നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് നഷ്ടം മാത്രമായിരിക്കും. നന്നായി പഠിക്കുക, നന്നായിട്ട് എഫേർട്ട് ഇടുക. നന്നായിട്ട് എഫേർട്ട് ഇട്ടാൽ റിസൾട്ട് നിങ്ങളുടെ മാത്രമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ +1 ഫ്രണ്ട്സിനൊക്കെ ഈ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. ഇത്തരം അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക.